ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യേശുനാഥൻ ക്രൂശിൽ കിടന്ന് പറഞ്ഞ 6ാമത്തെ മൊഴിയാണ് നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ടെറ്റലസ്റ്റായി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നെഴുതിയിരിക്കുന്നു. ഈ വേദഭാഗത്തിലൂടെ വിജയകരമായി വേല പൂർത്തിയാക്കിയ ഒരു കർമ്മയോഗിയുടെ സ്വരമാണ് നാം കേൾക്കുന്നത്. പകലിൻ്റെ അധ്വാനത്തിൽ നിന്നും, എല്ലാ പരീക്ഷകളിൽ നിന്നും, ഭീതിയിൽ നിന്നും വിജയം കരസ്ഥമാക്കിയ ഒരു വ്യക്തി ജീവിതത്തിൽ പറയുവാൻ കഴിയുന്ന ഒരു ശബ്ദമാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവർത്തിയായി. ദൈവോദ്ദേശങ്ങളും പ്രാർത്ഥനയും പൂർത്തിയാക്കപ്പെട്ട രക്ഷയെ സൂചിപ്പിക്കുന്ന വചനമാണിത്. കഴിഞ്ഞ 5 മൊഴികളും വളരെ സങ്കടത്തോടും വേദനയോടും കൂടെയാണ് നാം ധ്യാനിച്ചത്. എന്നാൽ അതിൽ നിന്നും വിപരീതമായി ഒരുപാട് സന്തോഷങ്ങൾ പകരുന്ന മൊഴിയാണ് ഇത്. ഈ മൊഴി യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ അരുമശിഷ്യനായ യോഹന്നാൻ സ്വന്തം ചെവി കൊണ്ട് കേട്ട മൊഴിയാണ് ഇത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ ഓരോ ദിവസവും നാം പല പല കാര്യങ്ങൾ പദ്ധതിയിടാറുണ്ട്. ആ കാര്യങ്ങളിൽ നമുക്ക് എത്ര എണ്ണം നിവർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നാം പലരും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ യേശു കർത്താവ് ഏത് ലക്ഷ്യത്തോടെയാണോ ഈ ലോകത്തേക്ക് കടന്നു വന്നത്, ആ ലക്ഷ്യം ഇവിടെ നിവർത്തിയാക്കുകയാണ്, ക്രൂശിലൂടെ നിവർത്തിയാക്കുകയാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മൊഴി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മത്തായി 5:17, ലൂക്കോസ് സുവിശേഷം 22:37, യോഹന്നാൻ 17:4 എന്നിവിടങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. സകലവും നിവർത്തിയായി എന്ന ക്രൂശിലെ പ്രസ്താവന പല സത്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. ന്യായപ്രമാണത്തെയും തിരുവെഴുത്തുകളെയും ക്രിസ്തു നിവർത്തിച്ചു. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ക്രിസ്തു മനുഷ്യവർഗത്തെ വിലയ്ക്ക് വാങ്ങി. പിശാചിൻ്റെ തിന്മപ്രവൃത്തികളെ എന്നേക്കുമായി അഴിച്ചു കളഞ്ഞു. യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറയുന്നു: ദ ഡെപ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി ടു ഗോഡ് ഈസ് ക്യാൻസൽഡ് ആൻഡ് റിട്ടൺ ഓഫ്. ദൈവത്തിനോടുള്ള മനുഷ്യവർഗത്തിൻ്റെ കടം എഴുതിത്തള്ളിയതായിരുന്നു ക്രൂശ് മരണം. പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു 2 കരങ്ങളിലും ആണിപ്പാടേറ്റ് കാൽവരി ക്രൂശിൽ കിടന്ന് നിവർത്തിയായി എന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, നിവർത്തിയാകേണ്ടത് നാം ദൈവവുമായിട്ടുള്ള ബന്ധമാണെന്ന് നാം മറന്നുപോകരുത്. ഒരിക്കലും മുറിയാത്തൊരു ബന്ധം നാം ദൈവവുമായി ഉണ്ടാകണം. അത് വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനുതാപത്തിലൂടെയും ആണെന്ന് നാം മനസ്സിലാക്കുക. കർത്താവിലേക്ക് അടുത്ത് വരുവാൻ ഈ മൊഴി നമുക്ക് ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.